ഇന്ന് കണ്ടതിൽ വെച്ച് വളരെ വേദനാജനകമായ ഒരു പോസ്റ്റാണ് ഇത്. എൻ്റെ പപ്പ ഇടിച്ചത് സാറല്ലേ, പപ്പ പോയി. സാറിനൊന്നും ഓർമ്മ കാണില്ല. എൻ്റെ പപ്പ പോയി സാറേ. നിങ്ങളല്ലേ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത്. ഒരു 13 വയസ്സുകാരി മകളുടെ ഈ വാക്കുകൾ കേൾക്കുന്ന ഏത് മനുഷ്യൻ്റെയും മനസ്സ് തകർക്കുന്നതാണ്. കൊല്ലം കുണ്ടറയിൽ സിയാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവം കേരളത്തെ നടുക്കുകയാണ്. സിയാദിൻ്റെ കുടുംബവും ഉന്നയിക്കുന്ന ആരോപണവും അനുസരിച്ച് ജൂൺ 16 രാത്രി അയൽവാസിയുടെ 13 വയസ്സുള്ള കുട്ടിയെ കാണാതായെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സിയാദിൻ്റെ വീട്ടിലെത്തിയത്. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മുഴുവൻ രാത്രിയും ഭർത്താവിനെ കാണാനായി ഭാര്യയും മക്കളും പോലീസ് സ്റ്റേഷന് മുന്നിൽ കാത്തുനിന്നു. ഇതിനിടെ കാണാതായ കുട്ടിയെ കണ്ടെത്തുകയും ആ സംഭവവുമായി സിയാദിന് യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തെ വിട്ടയച്ചു. എന്നാൽ വീട്ടിലെത്തിയ സിയാദ് പഴയ സിയാദ് ആയിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലും കസ്റ്റഡിയിലുമാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് സിയാദ് പറഞ്ഞതായി കുടുംബം ആരോപിക്കുന്നു. തുടർന്ന് കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ സിയാദ് മരിച്ചു. സിയാദിൻ്റെ വാരിയല് പൊട്ടിയിരുന്നുവെന്നും നട്ടെല്ലിൽ അണുബാധയേറ്റ് മറ്റ് ആന്തരിക പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. മരണകാരണം ആന്തരിക ക്ഷതമാണെന്ന തരത്തിലുള്ള മെഡിക്കൽ വിവരങ്ങളും പുറത്തു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട സിയാദിൻ്റെ മകളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെയാണ് സംഭവം കൂടുതൽ ശ്രദ്ധ നേടിയത്. ആ സംഭാഷണത്തിൽ മകൾ പറയുന്ന വാക്കുകൾ ഹൃദയം നുറുക്കുന്നതാണ്. കാണാതായ കുട്ടി തിരികെ എത്തി പാപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അയ്യോ മാമനെ വെറുതെ അടിച്ചു പോയല്ലോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് മകൾ പറയുന്നത്. സംഭവത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിയമം കാക്കാൻ ചുമതലപ്പെട്ട സംവിധാനത്തിന് മേൽ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ സത്യം എത്രയും വേഗം പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. സിയാദ് കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്ന് നിയമം തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ആരായാലും കസ്റ്റഡിയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം അതീവ ഗൗരവത്തോടെ അന്വേഷിക്കപ്പെടണം. തെറ്റ് ചെയ്തവർ ആരായാലും നിയമത്തിന് മുന്നിൽ ഉത്തരവാദികളാകണം. നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും നീതി ലഭിക്കണം. ഒരു കുടുംബത്തിൻ്റെ തണൽ നഷ്ടപ്പെട്ടു. ഇനി മകൾക്ക് പപ്പ എന്ന് വിളിക്കാൻ ആളില്ല. നീതി വൈകരുത്. സത്യം പുറത്തു കൊണ്ടുവരണം. ജനാധിപത്യം ജയിക്കട്ടെ.